Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രോഡ് നോക്കി. ഇന്ന് നമുക്ക് മിസ്റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് നോക്കാം. മിസ്റെപ്രസെൻറ്റേഷനും ഫ്രോഡും ഏകദേശം സെയിം ആണ്. എബൌട്ട് 99% സെയിം ആണ്. ചെറിയൊരു എലമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആണ് അല്ലേ. നമുക്കറിയാം ഫ്രോഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റൻഷണൽ ഒരു വിൽഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്റ്റ് അല്ലേ. ഇപ്പോൾ റോങ് റെപ്രസെൻറ്റേഷൻ മറ്റൊരു പേഴ്സണ് ഡിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റൻഷനലി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഫ്രോഡ് എന്ന് പറയും അല്ലേ. ഇപ്പോൾ വേണം വെച്ച് ചീറ്റ് ചെയ്യുന്നതാണ് എന്ത്? ഫ്രോഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ മിസ്റെപ്രസെൻറ്റേഷനിൽ ആ ഇൻറ്റൻഷണൽ അല്ലെങ്കിൽ ഇൻറ്റൻഷനലി എന്ന് പറയുന്ന എലമെൻറ്റ് ഇല്ല. ഇവിടെ പേഴ്സൺ ആക്ട് ചെയ്യുന്നത് ഇന്നസെൻ്റ്ലി ആണ്. അത് അറിയാതെ ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണ് ഏതിൽ ചെയ്യുന്നത്? മിസ്റെപ്രസെൻറ്റേഷനിൽ ചെയ്യുന്നത്. ഫ്രോഡ് എന്തായിരുന്നു? വെൻ എ റോങ്സ് റെപ്രസെൻറ്റേഷൻ ഈസ് മെയ്ഡ് ബൈ എ പാർട്ടി വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി അല്ലേ. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി അല്ലേ. മറ്റൊരു പേഴ്സണെ ഡിസീവ് ചെയ്യുക എന്നുള്ള ഇൻറ്റൻഷനിലൂടെയാണ് ആ റോങ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ മിസ്റെപ്രസെൻറ്റേഷൻ്റെ അവിടെ ഇൻറ്റൻഷനലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇന്നസെൻ്റ്ലി എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇന്നസെൻ്റ്ലി പറയുന്നത്? ആ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റിന് അയാൾ ട്രൂ ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ്, എന്നിട്ടാണ് മറ്റൊരു പേഴ്സൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നസെൻ്റ്ലി എന്ന് പറയാൻ കാരണം. ഓക്കെ. സെക്ഷൻ 18 മിസ്റെപ്രസെൻറ്റേഷനിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ പോസിറ്റീവ് അസേർഷൻ ഇൻ എ മാനർ നോട്ട് വാറൻറ്റഡ് ബൈ ദ ഇൻഫർമേഷൻ ഓഫ് പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓഫ് ദാറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ ദോ ഹി ബിലീവ്ഡ് ഇറ്റ് ടു ബി ട്രൂ. അതായത് ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പേഴ്സൺ പ്രൊവൈഡ് ചെയ്യാണ്. ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിക്കത്തക്ക വിധം ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷനും ഇല്ല. സോ എന്നിട്ടും അയാൾ അത് ട്രൂ ആണെന്ന് ബിലീവ് ചെയ്ത് മറ്റൊരു പേഴ്സണ് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മിസ്റെപ്രസെൻറ്റേഷനിലാണ് വരുന്നത്. അതാണ് പോസിറ്റീവ് അസേർഷൻ ഇൻ എ മാനർ നോട്ട് വാറൻറ്റഡ് ബൈ ദി ഇൻഫർമേഷൻ ഓഫ് പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓഫ് ദാറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ ദോ ഹി ബിലീവ്സ് ഇറ്റ് ടു ബി ട്രൂ. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സ് അയാളുടെ ഫാം സെല്ല് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സെല്ല് ചെയ്യുന്ന സമയത്ത് വൈൻ്റെ അടുത്ത് പറയാണ് എല്ലാ വർഷവും 200 ക്വിൻ്റൽസ് ഓഫ് വീറ്റ് അതിൽ നിന്ന് കിട്ടും എന്നുള്ളത്. പക്ഷേ ആക്ച്വലി അത് വിശ്വസിക്കത്തക്ക വിധം എക്സിന് അത് വിശ്വസിക്കത്തക്ക വിധം യാതൊരു സോഴ്സസും ഇല്ല. എന്നിട്ടും അയാളത് പറയാണ് അല്ലേ. എക്സിൻ്റെ ധാരണ 200 ക്വിൻ്റൽസ് ഓഫ് വീറ്റ് കിട്ടും എന്നുള്ള ധാരണയിലാണ് എക്സ് പറഞ്ഞത്. പക്ഷേ വൈ അതിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കുമ്പോൾ വൈക്ക് കിട്ടിയത് ഓൺലി 100 ക്വിൻ്റൽസ് ഓഫ് വീറ്റ് മാത്രമാണ്. എക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്താണ്? മിസ്റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ. നെക്സ്റ്റ് പോയിൻ്റ് എന്താണ്? എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി വിച്ച് വിത്തൗട്ട് ആൻ ഇൻറ്റൻറ്റ് ടു ഡിസീവ് അല്ലേ. അതായത് ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി, ഒരു കോൺട്രാക്റ്റിൽ ഒരു പേഴ്സൺ എൻ്റർ ചെയ്യുമ്പോൾ അതർ പാർട്ടിക്ക് ഒരു ഇഞ്ചുറിയും വരാത്ത രീതിയിൽ നോക്കേണ്ടത് കോൺട്രാക്റ്റിംഗ് പാർട്ടീസിൻ്റെ ഡ്യൂട്ടിയാണ്. സോ ഒമിഷൻ ടു പെർഫോമിങ് എ ഡ്യൂട്ടി എന്ന് പറയുന്നത് മിസ്റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അതായത് നമ്മളൊരു കാര്യം ചെയ്യാതിരുന്നു എങ്കിൽ അതർ പാർട്ടിക്ക് ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ടെന്ന് പറയാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സിൻ്റെ ലാൻഡ് വൈക്ക് സെയിൽ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ലാൻഡ് അതായത് റെൻറ്റിന് കൊടുത്ത ലാൻഡാണ്, എല്ലാ ടെനൻസും ലെറ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. സോ ആക്ച്വലി അവിടെ ഔട്ട് ചെയ്യാനുള്ള നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ പറഞ്ഞത് എന്താണ്? എല്ലാവരും ലെറ്റ് ഔട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നോട്ടീസ് കൊടുത്തിട്ടുള്ള കാര്യം പറഞ്ഞില്ല. നോട്ടീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയാൻ വിട്ടുപോയി. ഇതെന്ന് പറയുന്നത് മിസ്റെപ്രസെൻറ്റേഷൻ. ദാറ്റ് ഈസ് എക്സ് ഈസ് ലയബിൾ ഫോർ മിസ്റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ്, causing however innocently a party to an agreement to make mistake as substance of the thing which is subject matter of the agreement അല്ലേ. then ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എഗ്രിമെൻറ്റിൻ്റെ മെയിൻ സബ്ജക്റ്റിൽ റിലേറ്റഡ് ആയിരിക്കണം. അതാണ് തേർഡ് പോയിന്റ്. സോ നമ്മൾ ഈ ഒരു സെക്ഷൻ 18 നോക്കിയിട്ടുണ്ടെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ്റെ 4 എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി മെയ്ഡ് ഇന്നസെൻ്റ്ലി, then representation should be fact material to the contract, then representation must be untrue, then representation must be made with a view to inducing other party to enter into a contract
അല്ലേ, ആൻഡ് അതർ പാർട്ടി മസ്റ്റ് ഹാവ് ആക്റ്റഡ് ഓൺ ദി ഫെയ്ത്ത് ഓഫ് ദി റെപ്രസെൻറ്റേഷൻ. ഈ 4 എലമെൻറ്റ്സ് ആണ് ഉള്ളത്. അതായത് ഫസ്റ്റ് വൺ, റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇന്നസെൻ്റ്ലി ചെയ്യണം, ഇൻറ്റൻഷനലി മറ്റൊരു പേഴ്സണെ ഡിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാവരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡാകും. ദെൻ മിസ്റെപ്രസെൻറ്റേഷൻ ഷുഡ് ബി ഫാക്ട് മെറ്റീരിയൽ ടു ദ കോൺട്രാക്റ്റ് ആയിരിക്കണം, കോൺട്രാക്റ്റിൻ്റെ മെറ്റീരിയൽ ഫാക്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കണം ആ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടാവേണ്ടത്. അല്ലാതെ ജസ്റ്റ് ഒപ്പീനിയൻ ആണെന്നും ഏതിൽ വരില്ല, മിസ്റെപ്രസെൻറ്റേഷനിൽ വരില്ല. ദെൻ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി അൺട്രൂ, അതായത് ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലേ. ട്രൂ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അത് മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ദെൻ ഫാൾസ് റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ദെൻ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഇൻഡ്യൂസിങ് അതർ പാർട്ടി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് അല്ലേ. അതർ പാർട്ടീനെ കോൺട്രാക്റ്റിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകേണ്ടത്. അതർ പാർട്ടി ആ റെപ്രസെൻറ്റേഷൻ്റെ ബേസിസിലായിരിക്കണം കോൺട്രാക്റ്റിൽ വന്നിരിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ. ദെൻ എഫക്റ്റ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ നോക്കാം. നമുക്കറിയാം മിസ്റ്റേക്ക് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാതും എന്താണ്, വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ് അല്ലേ. അതായത് കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ അല്ലേ. മിസ്റ്റേക്ക് മാത്രം വോയിഡ് ആകും. മിസ്റെപ്രസെൻറ്റേഷൻ ഉൾപ്പെടെ ബാക്കിയുള്ള 4 എന്താണ്, വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. വോയിഡബിൾ എന്ന് പറഞ്ഞാൽ അഗ്രീഡ് പാർട്ടിക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഹി ക്യാൻ റിസെൻഡ് ദ കോൺട്രാക്റ്റ്. റിസെൻഡ് മീൻസ് ക്യാൻസൽ ആണ്. ഹി ക്യാൻ ക്യാൻസൽ ദ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഹി മേ അക്സെപ്റ്റ് ദ കോൺട്രാക്റ്റ്, അയാൾക്ക് കോൺട്രാക്റ്റ് അക്സെപ്റ്റും ചെയ്യാം. അപ്പോൾ അഗ്രീഡ് പാർട്ടിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ആ അഗ്രീഡ് പാർട്ടിൻ്റെ ബേസിസിലാണ് കോൺട്രാക്റ്റിൻ്റെ വാലിഡിറ്റി. സോ സ്റ്റുഡൻസ്, അപ്പോൾ നിങ്ങൾക്ക് മിസ്റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് മനസ്സിലായി, ഫ്രോഡും മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മിസ്റെപ്രസെൻറ്റേഷൻ്റെയും ഫ്രോഡിൻ്റെയും ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റൻഷൻ്റെ ബേസിസിൽ. അപ്പം നമുക്ക് പറയാം, മിസ്റെപ്രസെൻറ്റേഷനിൽ മറ്റൊരു പേഴ്സണെ ഡിസീവ് ചെയ്യണം എന്നുള്ള യാതൊരു ഇൻറ്റൻഷനില്ല. അതാണ് ഇൻ മിസ്റെപ്രസെൻറ്റേഷൻ ദർ ഇസ് നോ ഇൻറ്റൻഷൻ ടു ഡിസീവ് അല്ലേ. ഇൻ കേസ് ഓഫ് ഫ്രോഡിലോ, ഫ്രോഡ് ഇംപ്ലൈസ് ആൻ ഇൻറ്റൻഷൻ ടു ഡിസീവ് അല്ലേ. ദെൻ ബിലീഫ്. ഇൻ മിസ്റെപ്രസെൻറ്റേഷനിൽ റോങ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ തന്നെ എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്? ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് അല്ലേ. ഇൻ ഫ്രോഡിൻ്റെ കേസിൽ പേഴ്സൺ മേക്കിംഗ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഡസ് നോട്ട് ബിലീവ് ഇറ്റ് ടു ബി ട്രൂ അല്ലേ. അയാൾക്കറിയാം അത് ട്രൂ അല്ല എന്നുള്ളത്, എന്നിട്ടും അതർ പേഴ്സൺ എന്ത് ചെയ്യണം? സജസ്റ്റ് ചെയ്യുകയാണ്. ദെൻ നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് കോൺസിക്വൻസ് അല്ലേ. അതായത് ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ അഗ്രീഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാം? കോൺട്രാക്റ്റ് ക്യാൻസലും ചെയ്യാം. അതുപോലെ തന്നെ ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ലോസിനുള്ള കോമ്പൻസേഷനും ക്ലെയിം ചെയ്യാം. പക്ഷേ ഇൻ കേസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷനിൽ അഗ്രീഡ് പാർട്ടിക്ക് ഓൺലി കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അയാൾക്ക് കോമ്പൻസേഷൻ ക്ലെയിം ചെയ്യാൻ കഴിയില്ല. ദെൻ ഡിസ്കവറി ഓഫ് ട്രൂത്ത്. ഫ്രോഡിൻ്റെ കേസിൽ അഗ്രീഡ് പാർട്ടിക്ക് റോങ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് എങ്കിലും ആ കോൺട്രാക്റ്റിന് വോയിഡബിൾ കോൺട്രാക്റ്റ് ആക്കും. ഫ്രോഡിൻ്റെ എലമെൻ്റ് ഉണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. പക്ഷേ ഇൻ കേസ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷനിൽ അഗ്രീഡ് പാർട്ടിക്ക് അങ്ങനെ ട്രൂത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അഗ്രീഡ് പാർട്ടി അതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അഗ്രീഡ് പാർട്ടിക്ക് ആ കോൺട്രാക്റ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ നോളേജ്. ഇൻ കേസ് ഓഫ് ഫ്രോഡിൻ്റെ കേസിൽ പേഴ്സൺ മേക്കിംഗ് റെപ്രസെൻറ്റേഷൻ ഹാവ് ഫുൾ നോളേജ് അല്ലേ. ആ പേഴ്സൺ അറിയാം അത് ട്രൂ അല്ല എന്നുള്ളത്, എന്നിട്ടും അയാൾ അത് ചെയ്യാണ് അല്ലേ. മിസ്റെപ്രസെൻറ്റേഷനിൽ ആ പേഴ്സൺ ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് യാതൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്തിനെ കുറിച്ചിട്ട് യാതൊരു നോളേജും ഇല്ല. ഫ്രോഡിൻ്റെ കേസിലാണെങ്കിലോ അയാൾക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചിട്ട് ഫുൾ നോളേജ് ഉണ്ട്, അയാൾക്ക് അറിയാം ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ല എന്നുള്ളത്, എന്നിട്ടും അയാളത് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫ്രോഡ്. ഫസ്റ്റ് വൺ ഇൻറ്റൻഷൻ്റെ ബേസിസിൽ, ദെൻ ബിലീഫ്, ദെൻ എഫക്റ്റ് ഓഫ് കോൺസിക്വൻസ്, ഡിസ്കവറി ഓഫ് ട്രൂത്ത്, നോളേജ്. ഓക്കെ, സോ നമുക്കിനി സിമിലാരിറ്റീസ് നോക്കാം. രണ്ട് കേസിലും, ഫ്രോഡിൻ്റെ കേസിലായാലും മിസ്റെപ്രസെൻറ്റേഷൻ്റെ കേസിലായാലും അവിടെ എന്തുണ്ട്? ഒരു ഫാൾസ് റെപ്രസെൻറ്റേഷൻ ഉണ്ട് അല്ലേ. ആ ഫാൾസ് റെപ്രസെൻറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് അവിടെ ആ കോൺട്രാക്റ്റിൽ ഫ്രോഡ് ഉണ്ട് അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഇനി രണ്ട് കേസിലിൻ്റെയും എഫക്റ്റ് എന്താണ്? കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്. അഗ്രീവ്ഡ് പാർട്ടിക്ക് ഓപ്ഷൻ ഉണ്ട്, ഇതർ ടു കണ്ടിന്യൂ ദ കോൺട്രാക്റ്റ് ഓർ ടു ക്യാൻസൽ ദ കോൺട്രാക്റ്റ്. ഓക്കെ, നമ്മൾ മിസ്റെപ്രസെൻറ്റേഷൻ നോക്കി. മിസ്റെപ്രസെൻറ്റേഷൻ്റെ എലമെൻറ്റ്സ്, എഫക്റ്റ് ഓഫ് മിസ്റെപ്രസെൻറ്റേഷൻ, ദെൻ മിസ്റെപ്രസെൻറ്റേഷനും ഫ്രോഡും തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും നോക്കി.